Okay, take your seat. ദയവായി ഇരിക്കുവിൻ. If you read Exodus chapter 17, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം നിങ്ങൾ വായിക്കുമെങ്കിൽ, you can read it after going home. Don't read it now. ഇപ്പോൾ വായിക്കേണ്ട, ഭവനത്തിൽ പോയ ശേഷം വായിക്കാം. When Amalek came against Israelites, ഇസ്രായേൽ മക്കൾക്കെതിരായി അമാലേക്യർ വന്നപ്പോൾ Moses spoke to Joshua. മോശെ യോശുവയോട് സംസാരിച്ചു. You go and fight with them. നീ പോയി അവർക്ക് എതിരായി പോരാടുക. I will go up to the top hill ഞാൻ ആ മലമുകൾ വരെയും വന്നു ചേരും. with the rod of God in my hand. ദൈവത്തിന്റെ വടിയുമായി ഞാൻ അവിടേക്ക് വരും. The Bible says വേദപുസ്തകം പറയുന്നു, Moses went up to the mountain. മോശെ ആ മലയുടെ മുകളിലേക്ക് പോയി. He lifted his hand. അവൻ തന്നെ കരങ്ങളെ ഉയർത്തി. The Bible says വേദപുസ്തകം പറയുന്നു, Israelites were winning the battle. ഇസ്രായേല്യർ ആ യുദ്ധം വിജയിക്കാൻ തുടങ്ങി. As long as his hands were up, അവന്റെ കരങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുന്നിടത്തോളം സമയത്ത് Israel were winning. ഇസ്രായേല്യർ അവർ വിജയിച്ചുകൊണ്ടിരുന്നു. But when Moses' hand become weak and heavy, എന്നാൽ മോശയുടെ കരങ്ങൾക്ക് ബലക്ഷയമുണ്ടായി, ബലഹീനത ഉണ്ടായപ്പോൾ, when his hand came down, അവന്റെ കരങ്ങൾ താഴേക്ക് വന്നപ്പോൾ, Israel's they were struggling in the battle. ആ യുദ്ധക്കളത്തിൽ ഇസ്രായേല്യർ വളരെയധികം കഷ്ടത അനുഭവിച്ചു. Listen to me carefully. ശ്രദ്ധയോടുകൂടി എന്നെ കേൾക്കുവിൻ. And that's a time ആ ഒരു സമയമുണ്ട്, somebody was very sensitive. വളരെയധികം കുറുബുദ്ധിയോടെ കാണുന്ന ആ സന്ദർഭം. Was a Aaron and Hur, they were very sensitive. ആരോണും സംഘവും വളരെയധികം കുറുബുദ്ധിയോടെ കാണപ്പെട്ടു. They understood one thing. ഒരു കാര്യം മനസ്സിലായി, This victory is not belongs on Joshua's hand. ഈ വിജയം എന്നത് യോശുവയുടെ കരങ്ങളിൽ അല്ല, It is in the hand of Moses. അത് മോശയുടെ കരങ്ങളിൽ ആകുന്നു. It is in the hand of Moses. അത് മോശയുടെ കരങ്ങളിൽ ആകുന്നു. As long as Moses' hand is strong, മോശയുടെ കരം ശക്തിയേറിയ അളവിൽ ആയിരിക്കുന്ന as long as Moses' hand is lifted up, മോശയുടെ കരം ഉയർത്തപ്പെട്ടിരുന്ന വേളയിൽ അത്രയും victory is sure. വിജയം നിശ്ചയം ആയിരുന്നു. Victory for sure. വിജയം നിശ്ചയം ആയിരുന്നു. So Aaron and Hur, they understood in the spirit. They're very sensitive to understand this truth. അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കാൻ തക്കവണ്ണം ആത്മാവിൽ അഹരോനും സംഘവും വളരെയധികം കുറുബുദ്ധരായിരുന്നു. So Aaron and Hur, they ran to Moses. അഹരോനും സംഘവും മോശയുടെ അടുക്കലേക്ക് വന്നു. And they told, അവർ പറഞ്ഞു, we will not let your hands go down. നിന്റെ കരം താഴ്ന്നു പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. We are going to hold your hand. ഞങ്ങൾ കരത്തെ ഉയർത്തിപ്പിടിക്കും. We are going to hold your hand. അവർ കരത്തെ ഉയർത്തിപ്പിടിക്കും. We are going to stand with you. നിങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ പോകുന്നു. We will support you. ഞങ്ങൾ നിന്നെ സന്ധാരണം ചെയ്യും. We will not let your hand go down. നിന്റെ കരം താഴേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. They stood with Moses. അവർ മോശയോട് ഒപ്പം നിന്നു. I strongly tell you, ഞാൻ നിങ്ങളുടെ ശക്തിയുടെ അളവിൽ പറയട്ടെ, today ഇന്ന് in Trivandrum, തിരുവനന്തപുരത്ത് God has given you Moses. ദൈവം മോശയെ നൽകിയിരിക്കുന്നു. Can I call pastor? പാസ്റ്ററെ വിളിക്കട്ടെ. God has given you Moses. ദൈവം നിങ്ങൾക്ക് മോശയെ നൽകിയിരിക്കുന്നു. And this Moses has a vision. ഈ മോശയ്ക്ക് ഒരു ദർശനമുണ്ട്. Your victory, your failure, it's in his hand. നിങ്ങളുടെ വിജയം ഈ പാസ്റ്ററുടെ കരങ്ങളിലാകുന്നു. Your blessings is in his hand. നിങ്ങളുടെ അനുഗ്രഹം പാസ്റ്ററുടെ കരങ്ങളിലാകുന്നു. The blessing of Trivandrum in his hand. തിരുവനന്തപുരത്തെ അനുഗ്രഹം ദൈവത്തിന്റെ കരങ്ങളിലാകുന്നു. The blessing of Kerala is in his hand. ദൈവത്തിന്റെ കരങ്ങളിലാകുന്നു കേരളത്തിലെ അനുഗ്രഹം. This is the man whom God has chosen. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാകുന്നു. This is the man whom God has anointed. ദൈവം അഭിഷേകം ചെയ്ത വ്യക്തിയാകുന്നു. This is the man whom God has given the authority. ദൈവം അധികാരം നൽകിയ വ്യക്തിയാകുന്നു ഇത്. So he has lifted his hand. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. He's lifted his hand. അദ്ദേഹത്തിന്റെ കരങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. But now, എന്നാൽ ഇപ്പോഴോ sometime, ചില സന്ദർഭങ്ങളിൽ his hands may go weak. കരങ്ങൾ ബലഹീനപ്പെട്ടു പോയേക്കാം. Sometime ചില സന്ദർഭങ്ങളിൽ he may feel his hands heavy. വളരെ കരത്തിന് ക്ഷയം ഉണ്ടായേക്കാം. But now is the time, എന്നാൽ ഈ സമയം ഇതാകുന്നു, Aaron to be very sensitive. അഹരോൻ വളരെ കുറുബുദ്ധിയുള്ളവനായിരുന്നു. Hur should be very sensitive. ആരായിരിക്കണം കുറുബുദ്ധിയുള്ളവർ? They should run and come to him. ഓടി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരണം. They should run and come to him. അവർ അടുക്കലേക്ക് ഓടി വരണം. I thought some Aaron will run and come to him. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആരോൺമാർ ഓടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. I thought some Aaron and Hur will run and come to Moses. മോശയുടെ അടുക്കലേക്ക് ചില ആരോണൊക്കെ ഓടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. You didn't get the point. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? You just missed it. നിങ്ങൾ മനസ്സിലാക്കിയോ? Aaron and Hur very sensitive. ആരോണും കൂട്ടരും വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. They ran to Moses. അവർ മോശയുടെ അടുക്കലേക്ക് ഓടി വന്നു. And they holded his hand. അവർ അദ്ദേഹത്തിന്റെ കരത്തെ പിടിച്ചു. And they told, അവർ പറഞ്ഞു, we will support you. ഞങ്ങൾ സന്ധാരണം ചെയ്യും. We will stand with you. We will stand with you. ഞങ്ങൾ നിങ്ങളോട് കൂടെ നിൽക്കും. Who's that Aaron here? വരാൻ ആരുണ്ട്?
കൂടെ നിന്ന പാസ്റ്ററെ താങ്ങാൻ ആരുണ്ട്? Who's that Aaron and Ur here? ആരാണ് ആരോണും കൂട്ടരും? വരുവിൻ, വരാൻ താല്പര്യമുള്ളവർ വരുവിൻ. Who's that? ആരാണ് അവർ? Who's that Aaron and Ur? ആരോണും ഊരും ആരാകുന്നു? വരുവിൻ. No, you're not getting that point. Come on, hold his hand. അദ്ദേഹത്തിന്റെ കരത്തിൽ താങ്ങുവിൻ. Few people, few Aaron and Ur. ജനങ്ങളെ, ആരോണും ഊരും വരുവിൻ. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? മോശയുടെ കരം ഉയർത്തപ്പെട്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ശക്തി No, not everybody, very few, very few. വരുവിൻ, 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 വരുവിൻ. And say, we are with you. ഞങ്ങളെല്ലാവരും കൂടിയുണ്ട്. We are with you, Pastor. പാസ്റ്ററെ, ഞങ്ങൾ കൂടിയുണ്ട്. We are with you. ഞങ്ങൾ കൂടിയുണ്ട്. We are with you. ഞങ്ങൾ കൂടിയുണ്ട്. We are with you. ഞങ്ങൾ കൂടിയുണ്ട്. Oh, hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. Enough, stay back. ദയവായി നിൽക്കുവിൻ. Wherever you are standing, നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ if you want to hold his hand by faith, stretch your hands. നിങ്ങൾ വിശ്വാസത്തോടുകൂടി അദ്ദേഹത്തിന്റെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ താല്പര്യമുള്ളവർ കരങ്ങളെ ഉയർത്തുവീൻ. Stand there and stretch your hands. അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുവീൻ. Tell him we are with you. നിങ്ങളോട് പാസ്റ്ററോട് കൂടെ ഉണ്ടെന്ന് അവിടെ നിന്ന് നിങ്ങൾ വിശ്വാസത്തോടെ We are with you. നിങ്ങളോട് കൂടിയുണ്ട്. We are with you. ഞങ്ങൾ താങ്കളുടെ കൂടെയുണ്ട്. We will stand with you. ഞങ്ങൾ താങ്കളുടെ കൂടെ നിൽക്കും. We will support you. ഞങ്ങൾ താങ്കളെ താങ്ങും. We will not let your hands go down. താങ്കളുടെ കരങ്ങളെ താഴ്ത്തി പോകാൻ നിങ്ങൾ സമ്മതിക്കുകയില്ല. We will never allow your hands to go down. ഞങ്ങൾ കരങ്ങളെ എപ്പോഴും ഉയർത്തിപ്പിടിക്കും. Everybody lift your hands. എല്ലാവരും കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. Just open your mouth നിങ്ങളുടെ വായുകളെ തുറക്കുവിൻ. and look at Pastor John Tharu പാസ്റ്റർ ജോൺ താരൂനെ നിങ്ങൾ നോക്കുവിൻ. and tell Pastor, നിങ്ങൾ പറയുവിൻ, പാസ്റ്ററെ, say it loudly. ഉച്ചത്തിൽ പറയുവിൻ. Say it loudly. ഉച്ചത്തിൽ പറയുവിൻ. Say it loudly. ഉച്ചത്തിൽ പറയുവിൻ. Pastor John Tharu, പാസ്റ്റർ ജോൺ താരു, we will stand with you. ഞങ്ങൾ താങ്കളോട് കൂടെ നിൽക്കും. We will support you financially. സാമ്പത്തികമായി ഞങ്ങൾ സന്ധാരണം ചെയ്യും. We will not let your hands go down. താങ്കളുടെ കരം താഴെ പോകാൻ അനുവദിക്കുകയില്ല. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. God has seen your commitment. God bless you. Please go back to your place. ദൈവം നിങ്ങളുടെ സമർപ്പണം കണ്ടിരിക്കുന്നു. ദയവായി നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങി പോകുകയും വലിയവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ ഇങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. നീ വലിയവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ ഇങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ. You know what just happened? എന്താണ് സംഭവിക്കുന്നത് അറിയുമോ? It's a prophetic action. ഇത് പ്രവചനാത്മകമായ ഒരു പ്രവൃത്തി ആകുന്നു. It's action by faith. ഇത് വിശ്വാസത്താലുള്ള പ്രവൃത്തി ആകുന്നു. So many of standing with you, including me, Pastor. പാസ്റ്ററെ, ഞാൻ ഉൾപ്പെടെ അനേകം ആളുകൾ പാസ്റ്ററോട് കൂടെ ഒപ്പമുണ്ട് എന്ന് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. We will not let your hand go down. താങ്കളുടെ കരം താഴേക്ക് പോകുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. And we will see great victory in Kerala. ഭാരതത്തിൽ നാം വലിയ വിജയങ്ങൾ കൊയ്യും. Every weapon that is forming against you is destroyed. നിനക്കെതിരായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. Everything is destroyed by the power of the Holy Spirit. പരിശുദ്ധാത്മ ശക്തിയാൽ എല്ലാ ശത്രുക്കളും സംഹാരണം ചെയ്യപ്പെടും. Amen. ആമേൻ. So do one thing. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. All those who said I am with you, I'll support you, Pastor John Tharu. പാസ്റ്റർ ജോൺ താരു, താങ്കളുടെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന വിശ്വാസത്താൽ ഉറപ്പ് പറയുന്ന നിങ്ങൾ എല്ലാവരും Tomorrow night, നാളെ രാത്രിയിൽ come with a special gift for him. അദ്ദേഹത്തിന് വിശേഷ ദാനവുമായി വരുവിൻ. That's how you're going to prove that you're going to stand with him. പാസ്റ്ററെ, താങ്കളോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നുവെന്ന് തെളിയിക്കാൻ പോകുന്നു എന്ന വാഗ്ദത്തമായി വരുവിൻ. The best that you ever given to him. ഒരു ദാനം നിങ്ങൾ ഇതുവരെയും അദ്ദേഹത്തിന് നൽകിയിട്ടില്ലാത്ത വിധത്തിലെ ദാനം നൽകുവിൻ. How many are going to do that? നിങ്ങൾ എത്ര പേർ ചെയ്യാൻ പോകുന്നു? Tomorrow night. നാളെ രാത്രിയിൽ. That's how you're going to show him how much you love him and how much you're going to stand with him. അദ്ദേഹത്തെ നാം എത്ര സ്നേഹിക്കുന്നു, അദ്ദേഹത്തോടൊപ്പം എത്രമാത്രം നിൽക്കും എന്ന സൂചകമായി നാം നിറവേറ്റാൻ പോകുന്നു. Please take your seat. ദയവായി ഇരിക്കുവിൻ. I didn't do just because I want to do. What I did was I didn't do because I want to do. ഞാൻ ചെയ്യാൻ താല്പര്യപ്പെട്ട കാര്യമല്ല ഞാൻ ചെയ്തത്. I heard God was telling me to do this. ദൈവം എന്നോട് അത് ചെയ്യാൻ ആവശ്യപ്പെട്ടു, ഞാനത് ചെയ്തു.
So maybe today we may not understand what just happened, എന്താണ് സംഭവിച്ചത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ മനസ്സിലായില്ല എന്നിരിക്കും. but the days will come എന്നാൽ വരും നാളുകളിൽ and it will tell us what just happened now. ഇപ്പോൾ സംഭവിച്ചത് എന്ത് എന്ന് അത് തെളിയിച്ചു തരും. Say amen. പറയുവിൻ ആമേൻ. I feel the waves. It's the Holy Spirit waves I can feel. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ തരംഗം ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നു. It's like a wave. അതൊരു തരംഗം പോലെയാകുന്നു. It's moving all over this ground. ഈ മൈതാനത്ത് ആഗമനമായി പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു. In few minutes I will be praying for all your miracles. അല്പ നിമിഷങ്ങൾക്കുള്ളിൽ നാം അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. And I'm going to speak few minutes, then we are going to pray. അല്പനേരം ഞാൻ വചനം പ്രസംഗിക്കും, അതിനുശേഷം പ്രാർത്ഥിക്കാം. And some tumors are already disappearing. ഇപ്പോൾ തന്നെ ചില ട്യൂമറുകൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. Some ears are already opening up. ഇപ്പോൾ തന്നെ ചില കണ്ണുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു. But before I go into that, എന്നാൽ അതിലേക്ക് ഞാൻ പോകുന്നതിന് മുൻപ് few minutes I will speak to you. അല്പനേരം ഞാൻ നിങ്ങളോട് സംവാദിക്കട്ടെ. I was praying for all of you. I was praying for all ഞാൻ of you. നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുകയായിരുന്നു. And this is what I felt to share with you. നിങ്ങളോട് പങ്കിടാൻ ദൈവാത്മാവ് ഇത്തരത്തിൽ എന്നോട് സംസാരിച്ചു. Morning I spoke a very powerful word. പ്രഭാതത്തിൽ വളരെ ശക്തിയേറിയ അളവിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. If you have missed it, go back. It's there in, I think, Pastor's YouTube. You can watch it. നിങ്ങൾ ആരെങ്കിലും വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പാസ്റ്ററുടെ യൂട്യൂബിൽ നിങ്ങൾ കാണുവിൻ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. But this evening I want to talk to you from the John chapter 11. ഈ രാത്രിയിൽ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If you read John chapter 11 verse 1 onward, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം മുതൽ നിങ്ങൾ വായിക്കുമെങ്കിൽ you can see an incident happened there. അവിടെ ഒരു സംഭവം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. You see a small village, അവിടെ ഒരു ചെറിയ ഗ്രാമമുണ്ട്, a village name called Bethany. ബെഥാന്യ എന്ന പേരിലെ ഗ്രാമം. Before I continue, I want to ask, are you expectant this evening? ഈ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഈ രാത്രി ഇരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. How many are expectant this evening? ഈ രാത്രി എത്ര പേർ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു? I always say like this, ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, God can do everything, ദൈവത്തിന് എല്ലാം ചെയ്യുവാൻ കഴിയും. but it depends on your expectation. എന്നാൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി ദൈവം പ്രവർത്തിക്കും. The way you expect, you receive. നിങ്ങൾ എങ്ങനെ പ്രതീക്ഷിക്കുന്നുവോ അത് ആ അളവിൽ നിങ്ങൾ പ്രാപിക്കും. So sit with expectation. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ഇരിക്കുവിൻ. I see the Lord is touching the sister. ഈ സഹോദരിയെ ദൈവം സ്പർശിക്കുന്നത് ഞാൻ കാണുന്നു. There is some, you only sister, yes. Some healing is happening in your body right now. സഹോദരി, നിന്റെ ശരീരത്തിൽ രോഗസൗഖ്യം സംഭവിക്കുന്നു. There's some kind of healing is happening in your shoulder right now. നിന്റെ തോളിൽ ഇപ്പോൾ തന്നെ രോഗസൗഖ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. You feel sometimes heaviness in your shoulder, heavy shoulder. നിന്റെ തോള ഭാരമുള്ളതായി തോന്നുന്നുവെങ്കിൽ, I follow what I'm saying. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? You feel heavy in your shoulder. തോള ഭാരം അനുഭവിക്കുന്നുവെങ്കിൽ, Yes or no? അങ്ങനെയുണ്ടോ? Pastor, I know her personally, Pastor. She's from Cochin. Okay. So she has some arthritis related problem. I know her shoulder is frozen. So thank God for her. ഒരു നല്ല കൈയടി കർത്താവിന് കൊടുത്തേ. ആമേൻ. You know, I just thought I should preach and then I go for healing prayer. ഞാൻ പ്രസംഗിക്കണം, അതിനുശേഷം രോഗശാന്തി പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. But the Spirit of God just stopped me, showed her face. എന്നാൽ ഈ സഹോദരിയുടെ നല്ല കൈയടി കൊടുത്തേ. And now, ഇപ്പോൾ sister, you are going to be healed perfect സഹോദരി സമ്പൂർണ്ണമായി ദൈവത്തിന്റെ സൗഖ്യം തരാനിരിക്കുന്നു. by the power of the Holy Spirit. പരിശുദ്ധാത്മശക്തിയാൽ. Can you come and stand here, sister? സഹോദരി മുന്നിലേക്ക് വന്നിരിക്കുമോ? ഓടി വന്നേ. Stand there only, stand there only. Just lift your hands, lift your hands. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. I command in the name of Jesus Christ of Nazareth. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. In the name of,
Can you come, friend? ഷാൻകറിയാന്തലോ സൽക്കറിയാന്തലവ. പ്രാർത്ഥനയോടെ എല്ലാ കരങ്ങളും ഉയർത്തി. ജീനബക സലകറബ സനിയാതുകുറു സൽക്കറിയാന്തലവ. Receive your healing now. ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കാം. Amen. Be healed now. Amen. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. That arthritis, I command in Jesus' name, leave our body now. ഇപ്പോൾ തന്നെ വാതരോഗം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Now. ഇപ്പോൾ തന്നെ. Now. ഇപ്പോൾ തന്നെ. Amen. Be healed in Jesus' name. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം. Be healed in Jesus' name. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായിരിക്കുന്നു. Be healed in Jesus' name. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായിരിക്കുന്നു. The Lord has turned it. ദൈവം അതിനെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. The Lord healed you, sister. സഹോദരി, ദൈവം നിനക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു. You're free now. ഇപ്പോൾ നീ സ്വതന്ത്രമായിരിക്കുന്നു. You're free in Jesus' name. യേശുവിന്റെ നാമത്തിൽ നിനക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. Sister, look at me here. Look at me here. sister. സഹോദരി, എന്നെ നോക്കൂ. You're free. നിനക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. Jesus healed you. യേശു നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. Say thank you, Jesus, for healing me. എന്നെ സൗഖ്യമാക്കുന്നതിനായി നന്ദി എന്ന് യേശുവിനോട് പറയാം. Can you just check your body now? ഇപ്പോൾ ശരീരം ഒന്ന് പരിശോധിച്ച് നോക്കാമോ? Can you check now? ഇപ്പോൾ പരിശോധിച്ച് നോക്കാമോ? Can you check your shoulder? തോളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. Shoulder pain is gone. Amen. Only the back pain is there. Amen. Shoulder pain is gone. Amen. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. വലിയവൻ. Give her mic. Let her tell in the mic. Can you come, sister? ദയവായി Amen. വീട്ടിലേക്ക് വരിക സഹോദരി. Just tell me what happened to you now. സിസ്റ്റർ പറഞ്ഞാട്ടെ, സിസ്റ്റർ ദൈവം എന്താ ചെയ്തെന്ന് What പറഞ്ഞു. happened now? Just tell me, sister. എനിക്ക് ഇവിടെ വരുമ്പോ നല്ല വേദന ഉണ്ടായിരുന്നു. രണ്ട് ഷോൾഡറിൽ നീരെപ്പോഴും വന്നിട്ട് കെട്ടി നിൽക്കും. മുഖത്ത് നീരുണ്ടാവും, കൈക്കാല് ഈ ജോയിന്റ്സിൽ ഇവിടെ എല്ലാം വേദന ഉണ്ടാവും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ജോയിന്റ്സും വേദനയായിരിക്കും. ഞാൻ കർത്താവിനെ എല്ലാ ദിവസവും സ്തുതിച്ചുകൊണ്ട് ജീസസ് വേൾഡിന്റെ പ്രോഗ്രാം കണ്ടിട്ടാണ്. ജോൺ ബ്രദറിന്റെ പ്രോഗ്രാം 24 മണിക്കൂർ ഞങ്ങൾ വീട്ടിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. രാവിലെ തൊട്ട് Amen. വൈകുന്നേരം Wonderful വരെ. Jesus. അത് പാട്ട് കേട്ടും കഴിഞ്ഞാൽ എനിക്ക് ഒരു അസുഖം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പിശാച് എന്നെ കളിപ്പിക്കുന്നതാണ്. രാത്രി ആയാലും എന്റെ പിശാച് എന്നെ വെറുതെ വിടത്തില്ല. രാത്രി മൊത്തം എന്നെ ശല്യം ചെയ്തോണ്ടേയിരിക്കും. രാവിലെ ആകുമ്പോ എനിക്ക് സൗഖ്യം Sister, ഉണ്ടാവും. now no pain. Thank you, Jesus. Amen. Wali. അയ്യോ, നടുവേദന മാറി, കൈക്കാല ഷോൾഡർ പെയിൻ മാറി. Amen. കർത്താവിനെ നല്ല കൈയടി കർത്താവിനെ. Amen. No pain anywhere in your body. Amen. ചുക്കല ബരക സലിയാൻ. No pain anywhere in your body, right? ശരീരത്തിലെ വേദന എല്ലാം മാറിപ്പോയോ? വെരിക്കോസ് വെയിൻ പ്രോബ്ലം ഐ ഹാവ് 2 legs. സിസ്റ്റർ ഷോൾഡറിലെയും ബാക്കിലെല്ലാം വേദന പോയില്ലേ? മാറി. It's okay. No, I'm just asking, is there any other pain in your body now? No pain in the body. From head to foot, you're clear. All the pain gone. ശരീരത്തിലെ എല്ലാ വേദനകളും മാറിപ്പോയിരിക്കും. സഹോദരി സാക്ഷ്യം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ. Do you understand what I asked you? You follow English. I know English. You know English. So no pain in your body. Everything is gone. How long you suffered? How long you suffered that, sister? 13 years. 13 years. Pain is just gone. 13 വർഷക്കാലത്ത് വേദന മാറിപ്പോയിരിക്കുന്നു. Come on, church. I don't know why you're quiet. സഭ ദയവായി കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം പറയുവേൻ. Give Jesus all the praise. എല്ലാ സ്തോത്രവും യേശുവിന് അർപ്പിക്കുവേൻ. Give Jesus all the praise. യേശുവിന് എല്ലാ സ്തോത്രവും പറയുവേൻ.
And God is telling me, ദൈവം എന്നോട് പറയുകയാണ്, God is telling me, ദൈവം എന്നോട് പറയുന്നു, there is some restoration in your relationship, in your family. God is doing it. കുടുംബത്തിൽ ചില ബന്ധങ്ങളിലുള്ള പുനഃസ്ഥാപനം ദൈവം ഇപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. Everything that the enemy is taken is coming back to you. ശത്രു അപഹരിച്ചതൊക്കെയും മടങ്ങി വരുന്നു. Receive the restoration in Jesus' name. യേശുവിന്റെ നാമത്തിൽ പുനഃസ്ഥാപനം ഏറ്റെടുക്കുക. Amen. God bless you, sister. ദൈവം God bless. അനുഗ്രഹിക്കട്ടെ സഹോദരി. Amen. Wonderful Jesus, wonderful Jesus, wonderful Jesus. Pastor, she married a Nepalese brother. She was drunken, and financially they had so much struggles and going through a very tough time. Pastor, you're right, Pastor. God is We are clap restoring. offering. God is കൈയടിച്ച് കർത്താവിനെ restoring. സ്തുതിച്ച് In ആമേൻ. the name of Jesus. യേശുവേ നന്ദി. Please take your seat. ദയവായി ഇരിക്കുവിൻ. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, ഇങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. And I see in my spirit, എന്റെ ആത്മാവിൽ ഞാൻ കാണുന്നു, I see in my spirit എന്റെ ആത്മാവിൽ ഞാൻ കാണുന്നു, this portion, this neck, especially in this neck, കഴുത്തിന്റെ ഭാഗത്ത് is a problem with, like, you know, there are few people here. ഇവിടെ ആ കഴുത്തിന് പ്രയാസമുള്ള ചില ആളുകൾ ഇവിടെയുണ്ട്. If you have a problem with your neck, നിങ്ങളുടെ കഴുത്തിന് ആ പ്രയാസം അനുഭവിക്കുന്നു, stand up quickly, അങ്ങനെയുള്ളവർ ദയവായി എഴുന്നേറ്റ് നിൽക്കുമോ? because I sense the Lord's healing is touching right now. കാരണം എന്തെന്നാൽ കർത്താവിന്റെ കരസ്പർശം നിങ്ങളിൽ വ്യാപരിക്കുന്നത് ഞാൻ ഇപ്പോൾ കാണുന്നു. Now you are going to be healed, ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാകാൻ പോകുന്നു. especially this area, in the exactly this area where I'm keeping my hand. വിശേഷാൽ ഞാൻ കരം വെച്ചിരിക്കുന്ന ആ കഴുത്തിന്റെ ആ ഭാഗത്ത് The healings are happening right now. ഇപ്പോൾ തന്നെ രോഗശാന്തി സംഭവിക്കുന്നു. Can you just come front? ദയവായി നിങ്ങൾക്ക് ഇത്രയും പേർക്ക് മുന്നിലേക്ക് വരാൻ കഴിയുമോ? Quick. വേഗത്തിൽ കഴുത്തിന് പ്രയാസത്തോടുകൂടി ലീഡേഴ്സും കൂടെ ഓടി ആ കാര്യങ്ങൾ ചെയ്താട്ടെ. ദയവായി വരുമോ? പ്ലീസ് എല്ലാം അറിയാത്ത ലൈനാക്കി അവരെ നിർത്തിയാട്ടെ. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അങ്ങേ ആരാധിക്കും. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. In the morning session, പ്രഭാതവേളയിലെ സെഷനിൽ the Lord showed me healing the legs, കാലുകൾക്ക് സൗഖ്യം നൽകുന്നത് കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. and we have seen 100%. Everyone who's come front, all of them were healed. മുന്നിലേക്ക് വന്ന എല്ലാ ആളുകളും സൗഖ്യം പ്രാപിച്ചത് നിങ്ങൾ കണ്ടതാണ്. Amen. I am telling not what happened yesterday. ഇന്നലെ സംഭവിച്ചതല്ല ഞാൻ നിങ്ങളോട് I പറയുന്നത്. am telling not what happened last year. കഴിഞ്ഞ വർഷം Amen. സംഭവിച്ചതല്ല നിങ്ങളോട് I am പറയുന്നത്. telling what happened this morning, this same place. ഇതേ Amen. സ്ഥലത്ത് ഈ പ്രഭാതത്തിൽ സംഭവിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. Not even one went back with a pain. Not even one went back with a pain. Not even one went back with a pain. ഒരാൾ പോലും വേദനയോടുകൂടി മടങ്ങി പോകുവാൻ ഇട വന്നില്ല.
So same thing will happen now. അതേ കാര്യം ഇപ്പോൾ സംഭവിക്കും. Amen. All of you, all your neck is going to be healed. All of you. നിങ്ങൾ എല്ലാവർക്കും കർത്താവ് സൗഖ്യം തരും. Come on, put your hand on your neck right now. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കഴുത്തിൽ നിങ്ങൾ കരം വെക്കുവിൻ. Where the pain, just put your hand there. എവിടെയാണോ വേദന അവിടെ നിങ്ങളുടെ കരം വെക്കുവിൻ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Just only key. Let's only key, brother. Let's only key. Hallelujah. Just give me that. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ. Father, പിതാവേ, thank you. അങ്ങേക്കു നന്ദി. Jesus, യേശുവേ, thank you. അങ്ങേക്കു നന്ദി. Holy Spirit, പരിശുദ്ധാത്മാവേ, I thank you അങ്ങേക്കു നന്ദി പറയുന്നു. because you showed me. കർത്താവേ, അങ്ങ് എനിക്ക് കാണിച്ചു തന്നുവല്ലോ. I call them friend. ഞാൻ അതുകൊണ്ട് അവരെ മുന്നിലേക്ക് വിളിച്ചു. Now it's your time. ഇപ്പോൾ അങ്ങയുടെ സമയമാകുന്നു. Touch their necks. Touch കർത്താവേ, this അവരുടെ കഴുത്തുകളെ അങ്ങ് തൊടണമേ. right now. കർത്താവേ, തൊടണമേ. Let the power of God flow in their necks. കർത്താവയുടെ കഴുത്തുകളിലേക്ക് അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. Now in Jesus' name. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ As you give me the authority, ഞാൻ അധികാരത്തോടെ സംസാരിക്കുന്നു. I take the authority right now. ഇപ്പോൾ തന്നെ ഞാൻ അധികാരം I ഏറ്റെടുക്കുന്നു. command all the pain leave now in Jesus' name. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ എല്ലാ വേദനയും മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. Now in Jesus' mighty name. ഇപ്പോൾ യേശുവിന്റെ ശക്തിയേറിയ നാമത്തിൽ Receive your healing now. ഇപ്പോൾ നിങ്ങളുടെ രോഗസൗഖ്യം പ്രാപിപ്പീൻ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ Come on, clap your hand and receive your healing. കരങ്ങളടിച്ചുകൊണ്ട് നിങ്ങളുടെ സൗഖ്യം നിങ്ങൾ സ്വീകരിക്കുവീൻ. Clap your hand and receive your healing now. ഇപ്പോൾ തന്നെ കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിന്റെ സൗഖ്യം നിങ്ങൾ സ്വീകരിപ്പീൻ. Receive it in Jesus' name. യേശുവിന്റെ നാമത്തിൽ സ്വീകരിപ്പീൻ. All those who come, friend. മുന്നിലേക്ക് വന്ന എല്ലാവരും Look at me here. Look at me here. ദയവായി എന്നെ നോക്കുവിൻ. എന്നെ നോക്കുവിൻ. Please look at me here. എന്നെ നോക്കുവിൻ. You're healed. You're healed. You're healed. You're healed. You all are healed by the power of the Holy Spirit right now. പരിശുദ്ധാത്മ ശക്തിയാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും സൗഖ്യമായിരിക്കുന്നു. Say, clap your hands. Say, thank you, Jesus, for healing me. കരങ്ങളടിച്ചുകൊണ്ട് നിങ്ങൾ പറയുവിൻ, യേശുവേ എന്നെ സൗഖ്യമാക്കിയതിനാൽ നന്ദി. Say, by your stripes I'm healed. അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നത് പറയുവിൻ. Now, ഇപ്പോൾ check your neck. നിങ്ങളുടെ കഴുത്ത് നിങ്ങൾ പരിശോധിക്കുവിൻ. What you couldn't do it now. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയാതിരുന്നോ അത് ചെയ്തു നോക്കുവിൻ. Come on, take time and check. Check properly. നിങ്ങൾ സമയമെടുത്ത് നിങ്ങളുടെ കഴുത്ത് ശരിയായി പരിശോധിക്കുവിൻ. I know you're healed. എനിക്കറിയാം നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. I want you to know, others to know. നിങ്ങൾ അറിയണം, മറ്റുള്ളവരും അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. So check. Whatever you couldn't do it now. ഇപ്പോൾ തന്നെ നിങ്ങൾ പരിശോധിക്കുവിൻ. എന്ത് ചെയ്യാൻ കഴിയാതിരുന്നോ അത് ചെയ്യാൻ സാധിക്കുന്നു പരിശോധിക്കുവിൻ. Okay, how many you can say after checking, after take time and check properly? നിങ്ങൾ സമയമെടുത്ത് ശരിയായി പരിശോധിച്ച ശേഷം, And after checking, how many you can say I'm healed now? ആ പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് പറയാം, യേശുവേ അങ്ങ് എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. Now, how many you can say I'm healed now? ഇപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയും ഞാൻ സൗഖ്യമായി എന്ന്? Show me your hand. അങ്ങനെയുള്ളവർ കരം ഉയർത്തുവേൻ. Check thoroughly. നിങ്ങൾ സമ്പൂർണ്ണമായി നിങ്ങളുടെ കഴുത്ത് പരിശോധിക്കുവേൻ. If you are healed, only if you are healed. നിങ്ങൾ സൗഖ്യമായെങ്കിൽ മാത്രം Show me your hand. നിങ്ങളുടെ കരം നിങ്ങൾ വീശുവിൻ. Wow, come on, church. Somebody praise God for these miracles. ഈ അത്ഭുതങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം പറയുവിൻ. Okay, I wish to hear all the testimonies, നിങ്ങൾ എല്ലാവരുടെയും സാക്ഷ്യം കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. but it's not possible. എന്നാൽ അത് സാധ്യമല്ലല്ലോ. But I want to hear 8 people.
8 പേര് വരാൻ If you are ആഗ്രഹിക്കുന്നു. healed, 8 people run to the stage. Only 8 people. One. 8 പേര് വേഗത്തിൽ വേദിയിലേക്ക് ഓടി Not വരുവിൻ. only 8 people. 8 പേർ മാത്രം മതി. Okay, just stay back. Somebody, let's hear. I'm not here just to pray and go. ഞാൻ വെറുതെ പ്രാർത്ഥിച്ചു പോകല്ല, പക്ഷേ നിങ്ങളുടെ സാക്ഷ്യം ഞാൻ കേൾക്കട്ടെ. Send some brothers also. സഹോദരന്മാരോട് പറയുവിൻ. Go that side, sister, please. Brothers, take them little that side, little that side, little back. Come on, some brothers also, ചില സഹോദരന്മാർ കൂടെ വരുമോ? some young brothers and sisters. യുവതി യുവാക്കളായിട്ടുള്ള സഹോദരി സഹോദരന്മാർ ദയവായി അങ്ങനെ In Jesus' name. യേശുവിന്റെ നാമത്തിൽ Okay, one word. ഓരോ വാക്ക് നിങ്ങൾക്ക് പറയാം. What Jesus has done for you now. യേശു നിങ്ങൾക്ക് എന്തു ചെയ്തു എന്ന് ഒരു വാക്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും. I know. I wish to hear all the testimonies. It will become all night prayer if you എല്ലാ hear. സാക്ഷ്യവും കേൾക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ അത് മുഴുരാത്രി പ്രാർത്ഥനയായി മാറുമല്ലോ. പാസ്റ്റർ, ഈ സിസ്റ്റർ പറയുന്നത് സിസ്റ്ററിന്റെ കഴുത്തിന്റെ ബാക്കിൽ ഒരു മുഴയുണ്ടായിരുന്നു, 2 വർഷമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണാനായി സാധിക്കുന്നില്ല. A tumor in the back, pastor. Tumor. Yeah, she has a tumor in the back for last 2 years. Wow. Now it is disappeared, pastor. Are you saying the truth? സത്യമാണ് പറയുന്നത്. Satyam, sister? How big it was? എന്ത് വലിപ്പമുണ്ടായിരുന്നു അതിന്? എത്ര വലിപ്പം ഉണ്ടായിരുന്നത്? This much? Yes. It's disappeared now. Yes, pastor. അപ്രത്യക്ഷമായിരിക്കുന്നു. I don't know why you're quiet. എന്തുകൊണ്ട് നിങ്ങൾ ശാന്തമായിരിക്കുന്നു? കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം പറയാം. What a mighty Jesus we serve. നമ്മൾ സേവിക്കുന്ന കർത്താവ് എത്ര മഹത്വവാനായ ദൈവം. എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ Come on, church. എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ ബ്രദർ പറയുന്നത് 20 വർഷമായിട്ട് ഈ ബ്രദറിന്റെ ഷോൾഡർ തിരിക്കാൻ പറ്റില്ലായിരുന്നു. ആക്സിഡന്റ് സംഭവിച്ചതിനെ തുടർന്ന് വീണതായിരുന്നു. ഓക്കെ, ബ്രദറിനുണ്ടായ ആക്സിഡന്റ് ബ്ലഡ് കണ്ടതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ തലയിറങ്ങി വീണ് 20 വർഷത്തിന് മുമ്പ് ഈ ബ്രദറിന്റെ ഷോൾഡർ ഡാമേജ് ആയതിനെ തുടർന്ന് തിരിക്കാൻ പറ്റില്ലായിരുന്നു. വലിയ ബുദ്ധിമുട്ടായിട്ട് 20 വർഷമായിട്ട് ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ ഈ ബ്രദർ പറയുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ട് സൗഖ്യമായി എന്നാണ്. 20 years. 20 years. You had a pain. What you couldn't do? You cannot move. Yeah, it was severe pain. It was severe pain when you move. Yes, now I 20 years, friends. 20 Can you imagine this? 20 വർഷക്കാലമുള്ള വേദനയായിരുന്നു ഇത്. 20 years he couldn't move. 20 വർഷക്കാലം ശരിയാവണ്ണം തലതിരിക്കുന്നതിന് When he സാധിക്കില്ലായിരുന്നു. moved, he had a severe pain. അടുത്ത വേദന ഉണ്ടായിരുന്നു. But Jesus healed him. യേശു അവന് സൗഖ്യം നൽകി. That's the reason we are singing. Ende Yeshuve, Ende Yeshuve, Ende Yeshuve, Ende Yeshuve, Ende Yeshuve, Ende Yeshuve, Ende my older brother. Okay, 1 minute. I just saw some ships. Okay. Is there anybody connecting your family connected with the shipping? I'm seeing God is giving you a kind of business which connected to the ship. ദൈവം ഒരു ബിസിനസ് നൽകുന്നതായി ഞാൻ കാണുന്നു. കപ്പലുമായി ബന്ധപ്പെട്ട ബിസിനസ് ദൈവം നൽകാനിരിക്കുന്നു. Something connecting to the shipping. കപ്പൽ വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് ദൈവം നൽകുകയാണ്. It's done for the glory of God. Take it in Jesus' ദൈവമഹത്വത്തിന് വേണ്ടി name. ദൈവം നിറവേറ്റിയിരിക്കുന്നു. The Lord has done it for you. ദൈവം അത് നിനക്കായി നിറവേറ്റിയിരിക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Okay. Pastor, this sister is having a sound on the neck while she was rotating the neck and bending the neck. Now she is telling she is purely healed. Okay. Tell in Malayalam. Let people understand. ഈ സഹോദരിക്ക് ഈ സഹോദരി കഴുത്ത് തിരിക്കുന്ന സമയത്ത് ഈ സഹോദരിയുടെ കഴുത്ത് ഇതിൻ്റെ അകത്ത് സൗണ്ട് കേൾക്കുമായിരുന്നു, കഴുത്ത് തിരിക്കുമ്പോഴും കുനിക്കുമ്പോഴും. പക്ഷെ ഇപ്പൊ അത് പൂർണ്ണമായി കേൾക്കുന്നില്ലെന്നാണ് So പറയുന്നത്. when you turn, you get sound. Huh? No sound now.
Praise God. Hallelujah. ഹല്ലേലൂയ. God bless you, sister. What സഹോദരി else? ദൈവം അനുഗ്രഹിക്കട്ടെ. ബ്രദർ, ഈ അമ്മച്ചി പറയുന്നത് അമ്മച്ചിയുടെ ഇവിടെ ഒരു നരമ്പില്ലായിരുന്നു എന്നാണ് അമ്മച്ചിയുടെ വേദന നിമിത്തം തിരുമാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അമ്മച്ചി പറയുന്നത് അവിടുത്തെ നിമിത്തം അവിടെ വലിയ വേദനയായിരുന്നു, ഇതിപ്പോൾ പൂർണ്ണമായിട്ട് സൗഖ്യമായി എന്നാണ് ഈ അമ്മച്ചി സാക്ഷ്യപ്പെടുന്നത്. Amen. Praise God. ദൈവത്തിന് What സ്തോത്രം. about her? Last 5 years, she cannot move his neck. She How cannot, mu- last 5 years. Okay, how much you could move, sister, before? No, Malayalam. ഇപ്പൊ എത്രമാത്രം തിരിക്കാൻ ഒക്കുന്നു? How much she used to bend before? നേരത്തെ എത്ര പറ്റുമായിരുന്നു? Okay, when you do like this, you are pained. How long? 5 years. 5 years, pastor. Now do it, sister. Ende Yeshuve, Ende Yeshuve, Ende Yeshuve, Amen. Let's go. Who else? Who else? Come, quick. ബ്രദർ, ഈ ആന്റി പറയുന്ന ഈ ആന്റിക്ക് 27 years ആയിട്ട് ഇവിടെ വേദനയായിരുന്നു. ഇപ്പോഴെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു പ്രത്യേക ശബ്ദം കേട്ടു. Amen. ഇവിടെ വേദന മാറിപ്പോയി എന്നാണ് Praise ഈ God. ദൈവത്തിന്റെ Praise സ്തോത്രം. God. Who else? Sister is having pain on the back and neck, pastor, for the last so many years. Now she is telling she is purely healed. No pain, sister. നല്ലൊരു തണുപ്പ് ഇപ്പൊ ഇവിടെ അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ വീഴുന്നത്. ഞാൻ എൻ്റെ ഭർത്താവിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം വേദനയിൽ നിന്ന് വന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ വേദന മുഴുവനായി മാറി. ഇനി എന്റെ കുടുംബത്തിനും കൂടെ Come on, church. Somebody praise Jesus. യേശുവേ ദൈവത്തിന്റെ സ്തോത്രം എന്ന് പറയാം. God bless you, sister. ദൈവം God bless you. അനുഗ്രഹിക്കട്ടെ സഹോദരി. Okay, come on, quick. Let's finish it. എൻ്റെ കുട്ടിക്കാലത്തില് എൻ്റെ പപ്പ എന്തോ ഒരു കാര്യത്തിന് എന്നെ വിളിച്ച്, അന്നേരം ഞാൻ ഓടി. അപ്പൊ പപ്പയ്ക്ക് പിടികിട്ടിയത് മുടിയിലായിരുന്നു. അന്നേരം ഒരു വലിയ പറ്റിയപ്പോൾ എന്തോ സംഭവിച്ചു എൻ്റെ കഴുത്തിൽ. പക്ഷെ ഇപ്പൊ കൈ വയ്ക്കാൻ പറഞ്ഞപ്പോഴത്തേനും ടക്കെന്ന് എൻ്റെ കയ്യിലത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ വേദനയും പോയി നല്ലോണം തിരിയാനൊക്കെ പറ്റി.